ഹായ് കൂട്ടുകാരെ, ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് വർഗ്ഗമൂലം കണ്ടുപിടിക്കാനാണ് വലിയ സംഖ്യകളുടെ. അപ്പം അതിന് തുടക്കമായിട്ട് ആദ്യം വർഗ്ഗം എന്താണ്, വർഗ്ഗമൂലം എന്താണെന്ന് നമുക്ക് നോക്കാം. വർഗ്ഗം അഥവാ ഇംഗ്ലീഷിൽ നമ്മൾ സ്ക്വയർ എന്ന് പറയും. സ്ക്വയർ എന്ന് പറഞ്ഞാൽ ഒരു സംഖ്യയെ അതേ സംഖ്യ കൊണ്ട് തന്നെ ഗുണിക്കുമ്പോൾ കിട്ടുന്ന ഉത്തരത്തിനെയാണ് വർഗ്ഗം എന്ന് പറയുന്നത്. ഉദാഹരണം കൊടുത്തിരിക്കുന്നത് 5 സ്ക്വയർ, അതായത് 5 × 5 25, 6 സ്ക്വയർ 6 × 6 36, 7 സ്ക്വയർ 7 × 7 49. ഇങ്ങനെ ഏതൊരു സംഖ്യയും അതേ സംഖ്യ കൊണ്ട് തന്നെ ഗുണിക്കുമ്പോൾ കിട്ടുന്നതാണ് വർഗ്ഗം എന്ന് പറയുന്നത്. ഇനി അടുത്തത് വർഗ്ഗമൂലം. വർഗ്ഗമൂലം എന്ന് പറഞ്ഞാൽ വർഗ്ഗത്തിൻ്റെ നേരെ തിരിച്ചുള്ള പ്രക്രിയയാണ് വർഗ്ഗമൂലം. ഉദാഹരണം √25, അതായത് 25ൻ്റെ വർഗ്ഗമൂലം = 5. √36 = 6, അതായത് 36ൻ്റെ വർഗ്ഗമൂലമാണ് 6. 49ൻ്റെ വർഗ്ഗമൂലമാണ് 7. അപ്പോൾ 1 മുതൽ 10 വരെയുള്ള എല്ലാ സംഖ്യകളുടെയും വർഗ്ഗം കണ്ടുപിടിക്കുക. അപ്പോൾ എഴുതി നോക്കാം. 1 × 1 1, 2 × 2 4, 3 × 3 9, അങ്ങനെ 9 വരെയുള്ള സംഖ്യകളുടെ വർഗ്ഗം കണ്ടുപിടിക്കുക. ഇനി വർഗ്ഗമൂലം. ഇപ്പോൾ നമ്മൾ 9ൻ്റെ വർഗ്ഗം എന്ന് പറഞ്ഞാൽ 9 × 9 81ആണ്. അതിൻ്റെ വർഗ്ഗമൂലം 81ൻ്റെ വർഗ്ഗമൂലം എന്ന് പറയുമ്പോൾ 9 ആണ്. അപ്പോൾ 1 മുതൽ 9 വരെയുള്ള സംഖ്യകളുടെ വർഗ്ഗം കണ്ടുപിടിക്കണം. അവയുടെ തിരിച്ച് വർഗ്ഗമൂലം കാണാനും പഠിച്ചിരിക്കണം. ബാക്കി ക്രിയകൾ നമുക്ക് വളരെ എളുപ്പമാണ് വലിയ സംഖ്യകളുടെ കണ്ടുപിടിക്കാനായിട്ട്. അടുത്തത് വലിയ സംഖ്യകളുടെ വർഗ്ഗമൂലം കണ്ടുപിടിക്കുന്ന വിധം. ഉദാഹരണം, നമുക്കൊരു 2025, ഈ സംഖ്യയുടെ വർഗ്ഗമൂലം എത്രയാണെന്ന് കണ്ടുപിടിക്കാം. അതിന് ചിത്രത്തിൽ കൊടുത്തിരിക്കുന്നത് പോലെ 2025 എന്ന് ആദ്യം എഴുതുക. ഈ സംഖ്യയെ 2 അക്കം വീതം വരുന്ന ഭാഗങ്ങളായിട്ട് തിരിക്കുക. ഇപ്പോൾ 2025ന് 2 അക്കം വീതം വരുന്ന തിരിക്കുമ്പോൾ 2025 20,25. അത് നമുക്ക് കണക്ക് ചെയ്യുന്ന എളുപ്പത്തിന് വേണ്ടിയിട്ടാണ് 2 സംഖ്യകളുടെ ഗ്രൂപ്പ് ആക്കുന്നത്. അങ്ങനെയാണ് അത് ചെയ്യേണ്ടത്. 5 അക്ക സംഖ്യയാണെങ്കിൽ ഇടത്ത് നിന്ന് വേണം 2 അക്കങ്ങളെ ഗ്രൂപ്പായിട്ട് തിരിക്കാൻ. അപ്പോൾ ഇടത്തുനിന്ന് പറഞ്ഞാൽ ഒറ്റയുടെ സ്ഥാനത്ത് അക്കം തൊട്ട് വേണം തിരിക്കാനായിട്ട്. ഓക്കെ, ഇപ്പോൾ ഇത് 2025 2025 എന്ന് നമ്മൾ സെപ്പറേറ്റ് ചെയ്ത് എഴുതി. ഇനി ആദ്യത്തെ സംഖ്യ നമുക്ക് നോക്കാം, 20. ഈ 20-നുള്ളിൽ വരുന്ന വർഗ്ഗം, ഏറ്റവും വലിയ വർഗ്ഗം ഏതാണ്? അപ്പോഴാണ് നമ്മൾ 1 മുതൽ 9 വരെയുള്ള വർഗ്ഗം കാണാതെ പഠിക്കേണ്ട ആവശ്യം ഇവിടെയാണ് വരുന്നത്. അപ്പോൾ നമുക്കറിയാം 1 × 1 1, 2 × 2 4, 3 × 3 9, 4 × 4 16. ഇനി 5 × 5 എന്ന് പറഞ്ഞാൽ 25 വരും. അപ്പോൾ 20ന് മുകളിൽ പോകും. അപ്പോൾ നമുക്ക് 4 × 4 16. അപ്പോൾ ആ 4 ഇവിടെ ലെഫ്റ്റ് സൈഡിൽ എഴുതാം, മുകളിലും ഇതേ 4 തന്നെ എഴുതുക. ഇനി 20ൻ്റെ താഴെ 16 എന്നാൽ 16 എന്നുള്ള ഉത്തരം അവിടെ എഴുതുക, വർഗ്ഗം. ഇനി 20ൽ നിന്ന് 16 കുറയ്ക്കുക, ബാക്കി 4 കിട്ടും. ഈ ശിഷ്ടത്തിനോടൊപ്പം അടുത്ത 2 സംഖ്യകൾ കൂടി ഇറക്കി എഴുതുക. അപ്പോൾ നമുക്ക് 425 കിട്ടും. ഓക്കെ, ഇനി ചിത്രത്തിൽ കാണിച്ചിരിക്കുന്നത് പോലെ നമുക്ക് 4 ആദ്യം മുകളിൽ ആൻസർ കിട്ടിയത്. അതിനുശേഷം ഈ 4ൻ്റെ ഇരട്ടിയായിട്ടുള്ള സംഖ്യ, അതായത് 4 8 എന്നുള്ള സംഖ്യ താഴെ രണ്ടാമത് ചിത്രത്തിൽ കൊടുത്തിരിക്കുന്ന സ്ഥാനത്ത് എഴുതുക. ഇനി ചെയ്യേണ്ടത് 8നോടൊപ്പം ഒരു സംഖ്യ ചേർക്കണം. ആ സംഖ്യ കൊണ്ട് തന്നെ ഗുണിക്കുകയും ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 425 കിട്ടണം. അപ്പോൾ നമ്മൾ ഈ പറഞ്ഞതുപോലെ 1 മുതൽ 9 വരെയുള്ള വർഗ്ഗം കാണാതെ പഠിച്ചാൽ നമുക്ക് പെട്ടെന്ന് അറിയാൻ പറ്റും. 5 ലാസ്റ്റ് ഗുണിച്ച് കിട്ടണമെങ്കിൽ 5 × 5 തന്നെയായിരിക്കും. അപ്പോൾ നമുക്ക് 8ൻ്റെ കൂടെ 5 ചേർക്കാം. അതായത് 8ൻ്റെ കൂടെ 5 ചേർക്കുകയാണെങ്കിൽ ഇതേ 5 കൊണ്ട് തന്നെ ഗുണിക്കണം. അപ്പോൾ 85 × 5 425 നമുക്ക് ചിത്രത്തിൽ കാണിച്ചിരിക്കുന്നത് പോലെ കിട്ടും. അപ്പോൾ ഇതേ 5 തന്നെ മുകളിലേക്കും പകർത്തി എഴുതുക. അപ്പോൾ ഉത്തരം നമുക്ക് മുകളിൽ 45 എന്ന് കിട്ടും. 45 എന്ന് ഉത്തരം കിട്ടും. ഇപ്പോൾ ഈ 85 × 5 425 അതിന് താഴെ തന്നെ എഴുതുക. അപ്പോൾ 425ൽ നിന്ന് 425 കുറച്ച് കഴിഞ്ഞാൽ ബാക്കി സിസ്റ്റം 0, അതായത് സിസ്റ്റമില്ല. അപ്പോൾ മുകളിൽ കിട്ടുന്ന 45 ആണ് ഇതിൻ്റെ ഉത്തരം. ഇതാണ് വർഗ്ഗമൂലം കണ്ടുപിടിക്കുന്ന വിധം. ക്ലിയറായിട്ട് ഒന്നുകൂടി പറയാം. 2025 നമ്മൾ 2 ഭാഗങ്ങളായിട്ട് 20 25 കോമയിട്ട് ഭാഗിച്ചു. ആദ്യത്തെ 2 20 നമ്മൾ പരിഗണിച്ചു. അതിൽ വരുന്ന ഏറ്റവും വലിയ വർഗ്ഗം എന്ന് പറഞ്ഞാൽ 16 ആണ്. ആ 16ൻ്റെ വർഗ്ഗമൂലമാണ് 4. ആ 4 മുകളിലും സൈഡിലുമായിട്ട് എഴുതിയിരിക്കുന്നത്. 4 × 4 16 എന്ന് 20ന് താഴെ എഴുതി.
ബാക്കി ശിഷ്ടം 20-ൽ നിന്ന് 16 കുറച്ച് 4 കിട്ടി. ഈ 4ൻ്റെ കൂടെ ബാക്കിയുള്ള 25 കൂടി ഇറക്കി എഴുതി 425 ആയി. ഇനി 4 നമുക്ക് മുകളിൽ കിട്ടിയതിൻ്റെ ഇരട്ടിയാണ് 8. 8നോടൊപ്പം ഒരു സംഖ്യ ചേർത്ത് ആ സംഖ്യ കൊണ്ട് തന്നെ ഗുണിച്ച് ചെയ്ത് 425 കിട്ടണം. അങ്ങനെ ഒരു സംഖ്യ നമ്മൾ കണ്ടുപിടിക്കണം. അതിന് 1 മുതൽ 9 വരെയുള്ള വർഗ്ഗങ്ങൾ ഓർത്തിരുന്നാൽ നമുക്ക് പെട്ടെന്ന് കണ്ടുപിടിക്കാൻ പറ്റും. അങ്ങനെ 85 എന്ന് എഴുതി. 85നെ 5 കൊണ്ട് ഗുണിച്ച് 425 കിട്ടി. ശിഷ്ടം 0. ഇതേ 5 തന്നെ മുകളിലേക്ക് എടുത്ത് എഴുതി 45 എന്ന് ഉത്തരം കിട്ടി. ഇതാണ് ഇതിൻ്റെ കണ്ടുപിടിക്കാനുള്ള വഴി. എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. താങ്ക് യു.